ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് സൗത്ത് മലമ്പുഴയാണ്. മലമ്പുഴ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. കൂടുതലായിട്ട് നമ്മൾ വീഡിയോകൾ കാണുന്നത് മലമ്പുഴ ചെന്നാൽ കവ ഐലൻഡ് എന്ന സ്ഥലത്ത് പോകണം. അത് വളരെ മനോഹരമായ സ്ഥലമാണെന്നുള്ളതാണ് നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുള്ളത്. മലമ്പുഴയുടെ നോർത്ത് സൈഡാണ് കവ ഐലൻഡ്. മലമ്പുഴ ഡാമിനെ ചുറ്റിപ്പോകുന്ന റോഡിന് ഒരു റിംഗ് റോഡിന്റെ നോർത്ത് ഭാഗത്തായിട്ട് വരുന്ന കവ ഐലൻഡ് വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. ഈ ഡാമിന്റെ ഒരു ഭാഗം വളരെ മനോഹരമാണ്. ഞാനൊരു വീഡിയോ ഈ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ചാനലിൽ ആ വീഡിയോ കാണുക. നമ്മളിപ്പോൾ പോകുന്നത് റോപ്പ് വേയുടെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കയറി പോയിട്ട് ഈ മലമ്പുഴ ഡാമിന്റെ സൗത്ത് സൈഡിലേക്കാണ്. സൗത്ത് മലമ്പുഴ ഡാമിനോട് ചേർന്ന് പോകുന്ന ഈ റോഡ് വളരെ മനോഹരമായ റോഡാണ്. ഒരു സൈഡ് മലനിരയും മറ്റു സൈഡ് ഈ മലമ്പുഴ ഡാമും. അല്പ ദൂരം പോയി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ നിർത്താനായിട്ട് സ്ഥലമുണ്ട്. ഇവിടെ ഒരു ചെറിയ പെട്ടിക്കടയും അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പോയിന്റ് പോലൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഈ ഡാമിലേക്കുള്ള കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. വാഹനം പാർക്ക് ചെയ്യാനൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്, അല്പം സ്ഥലം ഉള്ളൂ. എന്നാലും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇത്. ഞാൻ ഈ പോകുന്ന വഴിയിൽ മുഴുവനും എല്ലാ ഭാഗത്തും വാഹനം നിർത്തി ഷൂട്ട് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ മുഴുവനും ഇവിടെ കാണിക്കുന്നില്ല. റിംഗ് റോഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് മലമ്പുഴയുടെ. അതിനകത്ത് കൂടുതൽ ഭാഗങ്ങൾ ഈ റോഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഒരു സൈഡ് പാറയും മറ്റേ സൈഡില് ഈ ഡാമുമാണ്. റോഡ് വീതി കുറവുള്ള റോഡാണ്, പക്ഷെ നല്ല റോഡാണ്. ധാരാളം വാഹനങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നുണ്ട്. പലരും കേട്ടറിഞ്ഞ് മലമ്പുഴ വരുന്നവരെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഈ റോഡിൽ. ഇതുവഴി പോകുമ്പോൾ നമുക്ക് 2-3 ചെറിയ ഭക്ഷണശാലകളുണ്ട്. ഉച്ചനേരത്തേക്ക് ഇവിടെ വന്നാൽ നമുക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്ന വെച്ചിരിക്കുന്ന 2-3 സ്ഥലങ്ങൾ കാണും. ഭക്ഷണം കഴിക്കാൻ എല്ലാമുള്ള സൗകര്യമുണ്ട്. ഇതുവഴി വന്നാൽ ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ഡാമിന്റെ അറ്റത്തെത്തും. അവിടെ ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്. ആ പാലം പണി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയാൽ തന്നെ കവ ഐലൻഡ് വഴി നമുക്ക് തിരിച്ചു വരാൻ പറ്റും. 30 കിലോമീറ്റർ ആണ് ഈ റിംഗ് റോഡ് മൊത്തമുള്ളത്. കവ ഐലൻഡ് ഭാഗത്തോടെ പോയി കഴിഞ്ഞാൽ ആ പാലത്തിലേക്ക് എത്താൻ 22 കിലോമീറ്ററും നമ്മൾ ഈ പോകുന്ന ഈ വഴിക്ക് പോയാൽ 8 കിലോമീറ്ററും, അങ്ങനെ മൊത്തം 30 കിലോമീറ്റർ ആണ് ഈ ഡാമിന് ചുറ്റുമുള്ള റോഡ്. ഡാമിലെ വെള്ളമാണ് ഇങ്ങനെ ഓളം തള്ളി കാണാൻ നല്ല മനോഹരമായി നമുക്ക് തോന്നുന്നത്. ഡാമിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കരുത്, കാരണം ഈ തീരത്തിനോട് ചേർന്നെല്ലാം ചളിയാണ്. കാലെല്ലാം ചളിയിൽ താഴ്ന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡാമിലേക്ക് ഇറങ്ങി കൂടുതൽ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം. പല സ്ഥലത്തും ബോർഡുകളുണ്ട്. അതുപോലെ തന്നെ മാലിന്യങ്ങൾ നമ്മളിവിടെ ഉപേക്ഷിക്കരുത്. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ വീട്ടിലെ ഊണ് എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി ഞങ്ങൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അവിടെയാണ് ഇപ്പോൾ വാഹനം നിർത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മൾ ഈ 8 കിലോമീറ്റർ കഴിഞ്ഞ് റോഡിന്റെ അറ്റത്തെത്തി. ഇവിടെ കാണുന്ന ഒരു പഴയ പാലമാണ്. പഴയ പാലം മുൻപ് നിർമ്മിച്ചു വന്നു. പക്ഷേ വെള്ളം ഡാമിൽ നിറഞ്ഞപ്പോൾ ആ പാലം വെള്ളത്തിനടിയിലായതുകൊണ്ട് ആ പാലം പണി അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇത്രയും വെള്ളം വരുമെന്ന് പണ്ട് പ്രതീക്ഷിച്ച് കാണില്ല. അതുകൊണ്ടാണ് പാലം പണി തുടങ്ങിയിട്ട് പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നത്. അതിന്റെ ഓർമ്മകളാണ് നമ്മളിവിടെ നേരെ കാണുന്നത്. ഇവിടെ നിന്ന് അല്പം കൂടി പോയാലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ആ പാലത്തിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും റോഡ് ചെന്ന് അവസാനിക്കുന്ന ഭാഗം വരെ നമുക്ക് പോകാം. പലർക്കും സംശയമുണ്ട് ഈ റോഡ് എത്ര ദൂരം പോകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ
വീഡിയോയിൽ ആ പുതിയ പാലത്തിന്റെ വഴിവര കാണിക്കുന്നത്. കവ ഐലൻഡിലെ ഇവിടെ കാണുന്നതാണ് ആ പാലം, പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതുപോലെ തന്നെ കവ ഐലൻഡ് എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചപ്പോഴും ഈ പാലത്തിന്റെ മറുഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. കവ ഐലൻഡ് വഴി പോകുമ്പോൾ ഈ പാലത്തിന്റെ മറുസൈഡിലേക്ക് എത്തി. അതുപോലെ തന്നെ നമ്മൾ ഈ സൗത്ത് മലമ്പുഴയിൽ കൂടി എത്തുമ്പോൾ പാലത്തിന്റെ ഈ സൈഡ്, ഈ നമ്മൾ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് തന്നെ വലിയൊരു റിസോർട്ടുണ്ട്. റിസോർട്ടാണ് അവിടെ വലതുഭാഗത്തായിട്ട് കാണുന്നത്. നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു പാറക്കൂട്ടമായിട്ട് ചെരിഞ്ഞ് അവിടെ ഇരുന്ന് വളരെ റിലാക്സ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫിഷിങ്ങിന്റെ കുട്ടവഞ്ചിയാണ് ഇവിടെ കിടക്കുന്നത്, ഡാമിൽ നിന്ന് മീൻ പിടിക്കുന്നതിന് വേണ്ടി. ആളുകളെല്ലാം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതും എല്ലാം കണ്ടു. പാറയിൽ ഇവിടെയും ബോർഡെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ളത്. കാരണം കാണുമ്പോൾ നമുക്ക് വളരെ ശാന്തമായി തോന്നുന്നുണ്ടെങ്കിലും വളരെ റിസ്ക് ആണ്. കാരണം ഈ തീരത്തൊക്കെ താഴെ ഭയങ്കര ചളിയാണ്, കാലെല്ലാം കൊണ്ടുപോകും. അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ചാനൽ തന്നെ മലമ്പുഴ ഡാമിലെ റോപ്പ് വേയും റോക്ക് ഗാർഡനും അതുപോലെ തന്നെ കവ ഐലൻഡും എല്ലാം വേറെ സെപ്പറേറ്റ് വീഡിയോകളായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലമ്പുഴയും മലമ്പുഴയും ചുറ്റുമുള്ള ഈ സൗന്ദര്യമെല്ലാം ആസ്വദിക്കാത്തവർ തീർച്ചയായിട്ടും വീഡിയോകൾ കാണുക. കവ ഐലൻഡ് കണ്ടവര് ഇവിടെ കണ്ടതിന് ശേഷം വീഡിയോ കൂടി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എനിക്ക് തോന്നിയത് കവ ഐലൻഡിൽ പോകുന്നതിനേക്കാൾ വളരെ മനോഹരമായ കാഴ്ചകൾ കാണാവുന്നത് ഈ സൗത്ത് മലമ്പുഴയിലുള്ള ഈ കാഴ്ചകളാണ്. നേരെ കാണുന്ന ഒരു പാറക്കല്ലാണ്. ചുറ്റും വെള്ളം നിൽക്കുന്ന ഈ ഡാമിന്റെ നടുവിലായിട്ട് നിൽക്കുന്ന ഒരു പാറക്കൂട്ടമാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു ചെക്ക് ഡാം കെട്ടിയിരിക്കുന്നതാണ് ഇവിടെ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.